हरे कृष्णा। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपगदा मह्यं ददाति स्वपदान्तिकं। हरे कृष्ण। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिने। नमस्ते सारस्वते गौरवाणी प्रचारणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। नमो महावदन्याय कृष्ण प्रेम प्रदाय कृष्णाय कृष्ण चैतन्य नामने गौरम दुषे नमः। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। मूकं करोति वाचालं पङ्गुं लिङ्गेति गिरिं यत्कृपातमं वन्दे श्रीगुरुं दिनदारिणं परमानन्दं माधवं श्रीचैतन्यमीश्वरम्। जय जय श्रीचैतन्य जय नित्यानन्द जय द्वैता चन्द्र जय गौरभक्तवृन्द। जय जय श्री चैतन्य जय नित्यानंद जय द्वैता चन्द्र जय गौरभक्तवृन्द। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा। हरि बोल। ഹരേ കൃഷ്ണ. സോ കഴിഞ്ഞ ദിവസം നമ്മൾ 53-ാമത്തെ ശ്ലോകം വരെയാണ് വായിച്ചത്. ലച്ചാപ്പൽ ഗോപാലിന്റെ കാര്യങ്ങളെ കുറിച്ച് 54 മുതൽ എന്താ പ്രഭു 54 മുതൽ വായിക്കാം. അതെ, ഒരു മൂന്ന് ശ്ലോകമോ രണ്ട് ശ്ലോകമോ വീതം വായിക്കാമോ? അടുത്ത ആരാണ്? ബുക്കാരുടെയിലുണ്ടോ? വായിക്കാം. ഹരേ കൃഷ്ണ. പ്രഭു വായിച്ചോളൂ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? അല്ല, മാതാജി വായിക്കുന്നോണ്ടല്ലേ ഞാൻ വായിച്ചത്. ഓക്കെ, ആരെങ്കിലും ഒരാൾ വായിക്കൂ. പ്രഭു ഏതാ ശ്ലോകം എന്ന് പറയാമോ? ഞാൻ 2 ദിവസമായിട്ട് കയറിണ്ടായിരുന്നില്ല. 54 ശ്ലോകം. എത്രാമത്തെ പേജ് മാതാജി? 707. 84 അല്ലേ? 54. 54. സോറി പ്രഭു, 54. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഏത ബലി ഗേല പ്രഭു കരീദേ ഗംഗാ സ്നാന ശയ്യ പാപി ദുഃഖ ഭോഗേന നായായ പരാണ. വിവർത്തനം. ഇതും പറഞ്ഞിട്ട് മഹാപ്രഭു ഗംഗയിൽ സ്നാനം ചെയ്യാൻ പോയി. ആ പാപിയായ മനുഷ്യൻ ജീവൻ വെടിയാനാകാതെ വേദന സഹിച്ച് അവിടെ തന്നെ തുടർന്നു. മഹാഭാരതം. ശ്രീല പ്രഭുപാദ് കി ജയ്. വൈഷ്ണവനോട് അപരാധം ചെയ്യുന്ന ഒരുവൻ ജീവൻ വെടിയാൻ കഴിയാതെ തീവ്രമായ വേദന സഹിച്ച് ജീവിതം തുടരുന്നതായി ഇവിടെ കാണപ്പെടുന്നു. വൈഷ്ണവരോട് മഹാപരാധം ചെയ്യുന്ന ഒരുവൻ ജീവൻ വെടിയാനാവാതെ കഠിന വേദന സഹിച്ച് നിശ്ചലാവസ്ഥയിൽ കഴിയുന്നത് ഞങ്ങൾ വാസ്തവത്തിൽ കണ്ടിട്ടുണ്ട്. ശ്ലോകങ്ങൾ 55, 56. സന്യാസകരിയായേ ബേ പ്രഭു നീലാചലേ ഗേല തഥാ ഹൈദേ യബേ കുലിയ ഗ്രാമേ ആയില തബേ സേ യ പാപി പ്രഭുരലയില ശരണ ഹിത ഉപദേശ കൈല ഹയ്യ കരുണ. വിവർത്തനം. സന്യാസം സ്വീകരിച്ചതിനു ശേഷം മഹാപ്രഭു ജഗന്നാഥപുരിയിലേക്ക് പോവുകയും അവിടെ നിന്ന് കുലിയ ഗ്രാമത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അപ്പോൾ ആ പാപിയായ മനുഷ്യൻ ഭഗവത് പാദങ്ങളിൽ ശരണം പ്രാപിച്ചു. അവനോട് കരുണ തോന്നിയ അദ്ദേഹം അയാൾക്ക് ഹിതോപദേശങ്ങൾ നൽകി.
ഭാവാർത്ഥം ശില പ്രഭാത് കി ജയ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിൽ കുലിയ ഗ്രാമത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിട്ടുള്ള കുറിപ്പ് നൽകിയിട്ടുണ്ട്. കുലിയ എന്നറിയപ്പെടുന്ന ഗ്രാമം ഇപ്പോൾ നവദ്വീപ് നഗരമായി വികസിച്ചിരിക്കുന്നു. പശ്ചിമ ബംഗാളിലാണ് നവദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്തയിൽ നിന്നും വടക്കോട്ട് 100 കിലോമീറ്റർ ദൂരമുണ്ട്. ഹൗറയിൽ നിന്നും ഇവിടേക്ക് ട്രെയിൻ സൗകര്യമുണ്ട്. ഹരേ പ്രഭു, ഹരേ കൃഷ്ണ. ചൈതന്യ ചരിത മഹാകാവ്യം, ചൈതന്യ ചന്ദ്രോദയ നാടകം, ചൈതന്യ ഭാഗവതം തുടങ്ങിയ വിവിധ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ കുലിയ ഗ്രാമം ഗംഗാനദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. കോലദ്വീപ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് കുലിയാര ഗഞ്ഞം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലവും കുലിയാര ദഹം എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു സ്ഥലവും ഇപ്പോഴത്തെ നവദ്വീപ് നഗരസഭയുടെ പരിധിക്കുള്ളിലുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്ത് ഗംഗാ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന കുലിയ, പഹാഡാപുരം എന്നീ ഗ്രാമങ്ങൾ ബാഹിരദ്വീപിന്റെ അധികാര പരിധിക്കുള്ളിലായിരുന്നു. അക്കാലത്ത് ഗംഗയുടെ കിഴക്കുഭാഗത്തുള്ള ഇപ്പോൾ അന്തർദ്വീപ് എന്ന് അറിയപ്പെടുന്ന സ്ഥലം നവദ്വീപ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശ്രീ മായാപൂരിൽ ഇപ്പോഴും ആ സ്ഥലം ദീപേര മാഠ എന്നാണ് അറിയപ്പെടുന്നത്. കഞ്ചാടപാടയ്ക്ക് സമീപം കുലിയ എന്നു പേരുള്ള വേറൊരു സ്ഥലവുമുണ്ട്. പക്ഷേ അത് ഇവിടെ പറഞ്ഞിട്ടുള്ള അതേ കുലിയ അല്ല. അതുകൊണ്ട് ഈ കുലിയായെ അപരാധ ഭഞ്ജനേര പാട അഥവാ അപരാധം ക്ഷമിക്കപ്പെട്ട സ്ഥലമായി സ്വീകരിക്കാൻ കഴിയില്ല. എന്തെന്നാൽ മുകളിൽ പ്രതിപാദിച്ച കുലിയ ഗംഗാ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. വ്യാപാര താല്പര്യങ്ങളാൽ പ്രേരിതരായ പല വിദ്വേഷികൾ യഥാർത്ഥ സ്ഥലത്ത് പുനരുദ്ധാരണത്തെ എതിർക്കുന്നു. അവർ ചിലപ്പോൾ അനധികൃത സ്ഥലങ്ങളെ ആധികാരിക സ്ഥലങ്ങളായി പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. വായിക്കണോ പ്രഭുവിനെ? ഹരേ കൃഷ്ണ. അതില് 1-2 കാര്യങ്ങള്. ഹരേ കൃഷ്ണ. കുലിയ എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ നവദ്വീപ് എന്ന് പറയുന്ന ടൗൺ. നവദ്വീപിൽ പോയിട്ടുള്ള ഒരു മായപ്പൂർ പോകുന്നവരൊക്കെ അറിയാം. ഹൗറയിൽ നിന്ന് ട്രെയിൻ പിടിച്ച് നമ്മൾ നവദ്വീപ് ധാം എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങാറുണ്ട്. അവിടെ നിന്ന് പലപ്പോഴും സൈക്കിൾ റിക്ഷയൊക്കെ പിടിച്ചിട്ടാണ് ഗംഗാ നദിയുടെ തീരത്ത് വന്ന് അവിടെ നദി കടന്നിട്ട് വേണം മായപ്പൂരിലേക്ക് പോവാൻ. ശരിയല്ലേ? പോയവരുണ്ടോ? പോയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ പോയിട്ടില്ല പ്രഭു. ഓക്കെ. വേറൊരു റൂട്ട് വണ്ടിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നവദ്വീപിൽ വന്നിട്ട് പിന്നെ സൈക്കിൾ റിക്ഷ അതെ. അപ്പൊ ആ സൈക്കിൾ റിക്ഷയിൽ പോകുന്ന ഭാഗം അതൊക്കെ നവദ്വീപ് എന്ന് പറയുന്ന ടൗൺ ആണ്. അതിനാണ് പണ്ട് കുലിയ എന്നുള്ള പേര്. അതിനുശേഷം ആ നവദ്വീപ് ഘാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഗംഗാനദി ബോട്ടില്, ആ വലിയ ബോട്ടിൽ ഗംഗാനദി ക്രോസ് ചെയ്യണം അല്ലെ? എന്നിട്ടാണ് അപ്പുറത്ത് ഹുലോർ ഘാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നിന്ന് മായപ്പൂർ നമ്മൾ പോവും. സോ വേറൊരു കുലിയെ കുറിച്ച് പറയുന്നു. പക്ഷെ ഇവിടെ പറയുന്ന കുലിയയ്ക്ക് ഒരു പേരുണ്ട്. അപരാധ ഭഞ്ജനേര പാഠ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സോ അത് വേറൊരു കഥയാണ്. അത് നമ്മൾ മധ്യലീലയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോ ഈ ചാപ്റ്ററിൽ തന്നെ ഉണ്ടോ എന്നറിയില്ല. ദാമോദർ പണ്ഡിറ്റിനെ കുറിച്ചിട്ടുള്ളൊരു, സോറി ദാമോദർ പണ്ഡിറ്റ് അല്ലല്ലോ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അപരാധ ഭഞ്ജനം, ദേവാനന്ദ പണ്ഡിറ്റിന്റെ ഒരു ലീലയുണ്ട്. അത് പിന്നീട് ഒരിക്കല് അവസരം വരുമ്പോ പറയാം. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. വ്യാപാര താല്പര്യങ്ങളാൽ പ്രേരിതരായ പല വിദ്വേഷികൾ യഥാർത്ഥ സ്ഥലത്തിന്റെ പുനരുദ്ധാരണത്തെ എതിർക്കുന്നു. അവർ ചിലപ്പോൾ അനധികൃത സ്ഥലങ്ങളെ ആധികാരിക സ്ഥലങ്ങളായി പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ചില ആൾക്കാർ എങ്ങനെ ഉണ്ടല്ലോ, ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരിക്കും, അവിടെ ഒരു പ്രത്യേകതയൊന്നും ഇല്ല, പക്ഷെ കൃഷ്ണന്റെ ലീല ഇവിടെയാണ് നടന്നത്, ഇത് ഇവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് തോന്നുന്ന പോലെ ചില സ്ഥലങ്ങളെ ലീലാസ്ഥലങ്ങളായിട്ട് അവർ തന്നെ പ്രഖ്യാപിക്കും. എന്തുകൊണ്ട്?
അവിടെ ആൾക്കാർ വരും, അവിടെ കുറച്ച് ബിസിനസ് നടക്കും, അവർക്ക് ഡൊണേഷൻ കളക്ട് ചെയ്യാം. അതിനുവേണ്ടി ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ അനധികൃതമായിട്ട് ചില സ്ഥലങ്ങളെ ലീലാസ്ഥലങ്ങളായിട്ട് പറയാറുണ്ട്. വാസ്തവത്തിൽ നടന്ന സ്ഥലത്തിനെ അവര് ഇകഴ്ത്തി കാണിക്കാറുണ്ട്, ഇതല്ല സ്ഥലം എന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ, വൃന്ദാവൻ മായപ്പൂർ യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാം അറിയുന്ന, ലോക്കൽ പ്രോപ്പർലി അറിയുന്ന ഒരു ഭക്തന്റെ കൂടെ തന്നെ യാത്ര ചെയ്യണം. ശരിയല്ലേ? അതെ അതെ പ്രഭു. പ്രോപ്പർ ഗൈഡ്സ്. അതെ. അപ്പൊ ഇനി വായിച്ചോളൂ തുടർന്ന്. ഹരേ കൃഷ്ണ. അടുത്ത വേറെ ആരെങ്കിലും? ആരെങ്കിലും ഞാൻ വായിക്കല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ മാതാജി വായിക്കുക. നോക്കൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 57, 58 പ്രഭു ഇനി വായിക്കണ്ടേ? മതി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകങ്ങൾ 57, 58. ശ്രീവാസ പണ്ഡിതേര സ്ഥാനെ ആചേ അപരാധ തഥാ യാഹ തേൻഹോ യതി കരേന പ്രസാദ തബേ തോരാഹബേ ഏയി പാപ വിമോചന യതി പുനേ ഐശ്യനാഹി കര ആചരണ. വിവർത്തനം. നീ ശ്രീവാസ ഠാക്കൂറിനോട് അപരാധം ചെയ്തു. മഹാപ്രഭു പറഞ്ഞു, നീ ആദ്യം അവിടെ പോയി അദ്ദേഹത്തിന്റെ കാരുണ്യം യാചിക്കണം. അദ്ദേഹം നിനക്ക് അനുഗ്രഹം നൽകുകയും നീ വീണ്ടും അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ നീ പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനാകും. ശ്ലോകം 59. തബേ വിപ്രാലയില ആസി ശ്രീവാസ ശരണ താൻഹാര കൃപയ ഹൈല പാപ വിമോചന. വിവർത്തനം. അനന്തരം ഗോപാല ചാപാലൻ ശ്രീവാസ ഠാക്കൂറിനെ ചെന്ന് കാണുകയും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുകയും ശ്രീവാസ ഠാക്കൂർ അദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ അവനെ എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു. ശ്ലോകം 60. ആര ഏക വിപ്ര ആയില കീർത്തന ദേഖിതേ ദ്വാരേ കപാട ന പായില വിതരേ ഗൈതേ. വിവർത്തന. മറ്റൊരു വിപ്രൻ നാമസങ്കീർത്തനം കാണാൻ വന്നു, പക്ഷെ വാതിൽ അടച്ചിരുന്നതിനാൽ അവന് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ശ്ലോകം എന്തെങ്കിലും പറയേണ്ടത്? ശ്ലോകം 61. ഫിരിജേലെ വിപ്രാഖരെ മനെ ദുഃഖപായ ആരാധീന പ്രഭു കെ കാഹെ ഗംഗായ ലാഗാപായ. വിവർത്തനം. അയാൾ ദുഃഖിതനായി മടങ്ങിപ്പോയി. അടുത്ത ദിവസം അയാൾ ഗംഗാതീരത്തെ മഹാപ്രഭുവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. ശ്ലോകം 62. ശാപീബ തോമാരെ മുയി പായാശ്ചി മനോ ദുഃഖേ പായിദ ചിന്തിയ ചാപേ പ്രചണ്ഡ ദുർമുഖ. വിവർത്തനം. ആ ബ്രാഹ്മണൻ പരുഷമായി സംസാരിക്കുന്നവനും ശപിക്കുന്നവനുമായിരുന്നു. അയാൾ തന്റെ പൂണുനൂൽ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഞാനിപ്പോൾ നിങ്ങളെ ശപിക്കും, കാരണം നിങ്ങളുടെ പെരുമാറ്റം എന്നെ ദുഃഖിപ്പിച്ചു. ശ്ലോകം 63. സംസാര സുഖ തൊമാര ഹവു കവിനാശ ശാപശുനി പ്രഭുര ചിത്തേ ഹൈല ഉല്ലാസ. വിവർത്തനം. ബ്രാഹ്മണൻ മഹാപ്രഭുവിനെ ശപിച്ചു, നിങ്ങൾക്ക് എല്ലാ ലൗകിക സുഖങ്ങളും ഇല്ലാതാകട്ടെ. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ അതീവമായ ആഹ്ലാദമുണ്ടായി. ശ്ലോകം 64. പ്രഭു ശാപ വാർത്തായേ യേശുനെ ശ്രദ്ധാവാൻ ബ്രഹ്മശാപ ഹേദേ താരാഹയ പരിത്രാണ. ഈ ബ്രാഹ്മണ ശാപത്തെ പറ്റി വിശ്വാസപൂർവ്വം ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയും എല്ലാ ബ്രാഹ്മണീയ ശാപങ്ങളിൽ നിന്നും മുക്തനാകപ്പെടും. ഭഗവാൻ ഭാവാർത്ഥം. ശില പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ഇന്ദ്രിയാതീതനാകയാൽ അവിടുന്ന് ശാപത്തിനോ അനുഗ്രഹത്തിനോ ഒരിക്കലും വിഷയീഭവിക്കുകയില്ലെന്ന് ഒരുവന് ദൃഢവിശ്വാസം ഉണ്ടാവണം. ശാപങ്ങളും യമരാജന്റെ ശിക്ഷയുമെല്ലാം സാധാരണ ജീവജാലങ്ങൾക്ക് മാത്രമായി ഉള്ളതാണ്. ഭഗവാൻ എന്ന നിലയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു അത്തരം ശാപങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അതീതനാണ്.
ഒരുവൻ ഭക്തി വിശ്വാസങ്ങളോടെ ഈ പരമാർത്ഥം ഗ്രഹിക്കുമ്പോൾ അയാൾ ബ്രാഹ്മണരുടെയോ മറ്റാരുടെയെങ്കിലുമോ ശാപത്തിൽ നിന്ന് സ്വയം മുക്തനാകുന്നു. ഈ സംഭവം ചൈതന്യ ഭാഗവതത്തിൽ പരാമർശിച്ചിട്ടില്ല. ഹരേ കൃഷ്ണ. ശ്ലോകം 65. വല്ലം പ്രഭു പറയണ്ടോ പ്രഭു? ഇല്ല മാതാജി, കുഴപ്പമില്ല. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? വേറെ എല്ലാരും ഒരു 3 ശ്ലോകം. ഓക്കെ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ആരാണ് പ്രഭുജി വായിക്കുന്നത്? ഞാൻ വായിക്കാം മാതാജി. ശരി പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 65. മുകുന്ദത്തേ കൈലാദണ്ഡ പരസാത കന്ദീലാതാഹാര ചിത്തേരാ സഭാവസാത. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭു മുകുന്ദദത്തനെ ശിക്ഷ നൽകി അനുഗ്രഹിക്കുകയും അപ്രകാരം അവന്റെ മനസ്സിന്റെ വിഷാദങ്ങൾ അകറ്റുകയും ചെയ്തു. ഭാവാർത്ഥം: മുകുന്ദദത്തൻ മായാവാദി അവ്യക്തിഗതവാദികളുമായി സംഘം ഇരുന്നതിനാൽ ഒരിക്കൽ അദ്ദേഹത്തിന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സത്സംഗത്തിൽ പ്രവേശനം നിഷേധിക്കുകയുണ്ടായി. മഹാപ്രഭു തന്റെ മഹാപ്രകാശം പ്രത്യക്ഷമാക്കിയപ്പോൾ അവിടുന്ന് ഭക്തന്മാരെ ഒന്നിനു പുറകെ ഒന്നായി വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. മുകുന്ദദത്തൻ വെളിയിൽ കാത്തുനിൽക്കുന്നതായി ഭക്തന്മാർ ഭഗവാനെ അറിയിച്ചു. പക്ഷേ ഭഗവാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഞാൻ മുകുന്ദദത്തനിൽ ഉടനെയെങ്ങും പ്രസാദിക്കുകയില്ല. കാരണം അദ്ദേഹം ഭക്തന്മാർക്കിടയിൽ ഭക്തിയുത സേവനം വിശദീകരിക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞാലുടൻ മായാവാദ തത്വശാസ്ത്രം നിറഞ്ഞ യോഗവസിഷ്ഠ രാമായണം ശ്രവിക്കുന്നതിന് മായാവാദികളുടെ അടുത്തേക്ക് പോകുന്നു. ഇക്കാരണത്താൽ ഞാൻ അദ്ദേഹത്തിന് അസംതൃപ്തനാണ്. ഇത് കേട്ട് വെളിയിൽ നിൽക്കുകയായിരുന്ന മുകുന്ദദത്തൻ മഹാപ്രഭു ഇപ്പോൾ തന്നിൽ അസന്തുഷ്ടനാണെങ്കിലും പിന്നീട് സംപ്രീതനാകുമെന്ന് ചിന്തിച്ച് അത്യന്തം ആഹ്ലാദചിത്തനായി. പക്ഷേ മുകുന്ദദത്തൻ സ്വന്തം നന്മയ്ക്കു വേണ്ടി മായാവാദികളുമായുള്ള സഹവാസം ഉപേക്ഷിക്കാൻ പോകുന്നു എന്നറിഞ്ഞ മഹാപ്രഭു സംതൃപ്തനാവുകയും അപ്പോൾ തന്നെ മുകുന്ദദത്തനെ വിളിക്കുകയും ചെയ്തു. അപ്രകാരം അവിടുന്ന് അദ്ദേഹത്തെ മായാവാദികളുടെ സഹവാസത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പരിശുദ്ധ ഭക്തന്മാരുടെ സഹവാസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ശ്ലോകം 66. ആചാര്യ ഗോസാനീരെ പ്രഭു കരേ ഗുരു ഭക്തി ആചാര്യാവതാഹയ ദുഃഖമാധി. മഹാപ്രഭു അദ്വൈതാചാര്യനെ തന്റെ ആധ്യാത്മിക ഗുരുവെന്ന പോലെ ബഹുമാനിച്ചു. ഭഗവാന്റെ അത്തരത്തിലുള്ള പെരുമാറ്റം അദ്വൈത ആചാര്യനെ വളരെയധികം ദുഃഖിപ്പിച്ചു. പങ്കീകരീജാനാമാർഗ കരീല വ്യാഖ്യാന ക്രോധാവേശേ പ്രഭുതാരേ കൈല അവജ്ഞാന. അതിനാൽ അദ്ദേഹം ജ്ഞാനയോഗം വ്യാഖ്യാനിക്കാൻ ആരംഭിക്കുകയും ഇതിൽ കുപിതനായ മഹാപ്രഭു അദ്ദേഹത്തെ അനാദരിക്കും വിധം പെരുമാറുകയും ചെയ്തു. തബേ ആചാര്യ ഗോസായിരേ ആനന്ദാഹീല ലജ്ജിതാഹീയ പ്രഭു പ്രസാദകാരീല. അപ്പോൾ അദ്വൈത ആചാര്യൻ അത്യധികം സന്തോഷിച്ചു. അത് മനസ്സിലാക്കിയ മഹാപ്രഭു ഏറെക്കുറെ ലജ്ജിതനായി. എങ്കിലും അവിടുന്ന് അദ്വൈത ആചാര്യന് തന്റെ അനുഗ്രഹം നൽകി. ഭാവാർത്ഥം: ഈശ്വരപുരിയുടെ ആധ്യാത്മിക ഗുരുവായിരുന്ന മാധവേന്ദ്രപുരിയുടെ ശിഷ്യനായിരുന്നു അദ്വൈതാചാര്യൻ. അതിനാൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആധ്യാത്മിക ഗുരുവായ ഈശ്വരപുരി അദ്വൈത ആചാര്യന്റെ ദൈവ സഹോദരനായിരുന്നു. ഈ അടിസ്ഥാനത്തിൽ ചൈതന്യ മഹാപ്രഭു അദ്വൈത ആചാര്യനെ തന്റെ ഗുരുതുല്യനായി കരുതി. പക്ഷേ മഹാപ്രഭുവിന്റെ നിത്യദാസനാകാൻ ആഗ്രഹിച്ചിരുന്ന അദ്വൈത ആചാര്യന് ഈ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല. മഹാപ്രഭുവിന്റെ ആധ്യാത്മിക ആകാനല്ല ദാസനാകാനായിരുന്നു അദ്വൈത മഹാപ്രഭുവിന്റെ ആഗ്രഹം. അതിനാൽ അദ്ദേഹം ഭഗവാനെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. അദ്ദേഹം കുറെ നിർഭാഗ്യവാന്മാരായ മായാവാദികളുടെ മധ്യത്തിൽ ജ്ഞാനയോഗം വിശദീകരിക്കാൻ ആരംഭിച്ചു. ഇത് കേട്ട മഹാപ്രഭു അത്യന്തം കുപിതനാകുകയും തൽക്ഷണം അവിടേക്ക് ചെന്ന് അദ്വൈത ആചാര്യനെ അടിക്കാൻ തുടങ്ങുകയും ചെയ്തു. അദ്വൈത ആചാര്യൻ അപ്പോൾ വളരെ സന്തോഷവാനായി നൃത്തം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: നോക്കൂ, എൻ്റെ അഭിലാഷം ഇപ്പോൾ സഫലമായി. മഹാപ്രഭു ഇതുവരെ ആദരവോടെയാണ് എന്നോട് പെരുമാറിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എന്നോട് അനാദരവ് കാട്ടി.
ഇതെനിക്ക് ലഭിച്ച അനുഗ്രഹമാണ്. അദ്ദേഹത്തിന് എന്നോടുള്ള വാത്സല്യം അത്രമേൽ വലുതായതിനാൽ എന്നെ മായാവാദികളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രസ്താവന ശ്രവിച്ച മഹാപ്രഭു ഏറെക്കുറെ ലജ്ജിതനായി. എങ്കിലും അവിടുന്ന് അദ്വൈത പ്രഭുവിൽ സംപ്രീതനായി. മുരാരി ഗുപ്ത മുഖേശൂനി രാമ ഗുണാഗാമ ലാലാദേ ദേഖീലാതാര രാമദാസ നാമ. മുരാരി ഗുപ്തൻ ശ്രീരാമചന്ദ്രന്റെ ഒരു മഹാഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ശ്രീരാമചന്ദ്ര മഹിമകൾ ശ്രവിച്ച ശ്രീ ചൈതന്യ മഹാപ്രഭു തൽക്ഷണം അദ്ദേഹത്തിന്റെ നെറ്റിയിൽ രാമദാസൻ എന്ന് എഴുതി. ശ്ലോകം 70. ഒരു മിനിറ്റ്, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? സംസാരിക്കാത്ത ഭക്തന്മാര് എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ക്ലാസ് എടുക്കുന്ന മീൻസ് വായിക്കുന്ന ഡ്യൂട്ടി മാത്രം ഒന്ന് സംസാരിച്ചാൽ മതി. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ടിൽ വെക്കുക. സുധാ ബ്രജറാണി മാതാജി ഒന്നും. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ ശ്ലോകത്തിനെ കുറിച്ച്, ഈ 68 കുറിച്ചൊരു കാര്യം പറയാനുണ്ട് അവിടെ. അതായത് സാധാരണ ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യനോട് വളരെ ആദരവോടെ ബഹുമാനത്തോടെയാണ് സംസാരിച്ചിരുന്നത്. കാര്യം ഇവിടെ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ഗുരു തുല്യനായിട്ട്, മഹാപ്രഭുവിന്റെ ഗുരുവിന്റെ ദൈവ സഹോദരൻ എന്ന് വെച്ചാല് മഹാപ്രഭുവിന്റെ ഗുരുവിന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജൻ എന്നുള്ള രീതിയിൽ ഗുരുവിന് തുല്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്വൈതാചാര്യൻ. അതുകൊണ്ട് ബഹുമാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ബന്ധങ്ങളില് അടുപ്പം വരുന്ന സമയത്ത് ബഹുമാനം കൊടുത്തുള്ള ഒരു പെരുമാറ്റം അരോചകമായിട്ട് തോന്നും. ശരിയാണോ? ഒന്നുകൂടെ പറയാം. ബന്ധങ്ങൾ അടുക്കുന്ന സമയത്ത് ബഹുമാനപൂർവം സംസാരിക്കുന്നത് ബന്ധങ്ങൾക്കൊരു അരോചകത്വം ഉണ്ടാക്കും. ഫ്രീഡം പോകും. ഫ്രീഡം പോകും. എന്താ പറയാ? സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഫീൽ ഉണ്ടാവും. അപ്പോ എന്താണ്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയാണ്, ഒരു മകനോ മകളോ വന്ന് അമ്മയെടുത്ത് നമസ്കാരം, ദണ്ഡവത് പ്രണാം, സുഖമാണോ, എങ്ങനെയിരിക്കുന്നു, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ പറയുന്ന ഒരു ഔദ്യോഗികമായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ അരോചകത്വം ഉണ്ടാവും. അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ തന്നെ നല്ല അടുത്ത ഉറ്റ സുഹൃത്തുക്കളാണ്, പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് പറയുന്നു ദണ്ഡവത് പ്രണാം, എന്താണ് താങ്കള് എല്ലാം സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. അതുപോലെ വളരെ ഒരു ഔദ്യോഗികമായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ബന്ധത്തിന് കോട്ടം തട്ടിയ പോലെ ഒരു ഉണ്ടാവും, അല്ലേ? അതൊരു ബന്ധത്തിന്റെ അടുപ്പം കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഒരു പ്രാവശ്യം ശ്രീകൃഷ്ണ ഭഗവാൻ എന്തായാലും പറയാ, എവിടെ വെച്ച്, കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട് ഗോപികമാരും വ്രജവാസികളൊക്കെ വന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ എന്താണ്, അർജുനന് കുരുക്ഷേത്രത്തിൽ ഭഗവത്ഗീത ഉപദേശിച്ചതുപോലെ തന്നെ ഗോപികമാരോടൊക്കെ ഉപദേശിക്കാൻ ഭഗവാൻ തുനിഞ്ഞു, കുരുക്ഷേത്രത്തിൽ വെച്ച് തന്നെ. നമ്മൾ ശരീരമല്ല ആത്മാവാണ്, അതുപോലെയുള്ള താൽക്കാലിക ബന്ധങ്ങളിലൊന്നും നമ്മൾ നിൽക്കരുത്, നമ്മൾ ആത്മാവിന്റെ തലത്തിലിരിക്കണം, പരമദ്യോത്തമ പുരുഷൻ വിഷ്ണു ഭഗവാനുമായിട്ടാണ് എല്ലാവർക്കും ബന്ധമുള്ളത്, സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ സമന്വയം പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, സമചിത്തത പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവത്ഗീതയിലുള്ള ഉപദേശങ്ങളെ പോലെ കൃഷ്ണൻ ആർക്കും കൊടുക്കാൻ ശ്രമിച്ചു? ഗോപികമാർക്കും വൃന്ദാവനവാസികൾക്കും കൊടുക്കാൻ ശ്രമിച്ചു. ഒരു ഔദ്യോഗികമായ ഒരു പെരുമാറ്റം. അപ്പൊ അവരെന്ത് ചെയ്തു? അവരെന്താണ് ചെയ്തത്? ഞങ്ങൾക്ക് ഇതൊന്നും കാര്യേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല, ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയതാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല, ഇനി നിങ്ങൾ ദ്വാരയ്ക്കൊന്നും പോണ്ട, കുറെ നാളായി വരാന്ന് പറഞ്ഞിട്ട് വരുന്നില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെയും ബലരാമനെയും സുഭദ്രാദേവിയെയും ആ രഥത്തിൽ പിടിച്ചിരുത്തി അവർ വലിച്ചുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോകാൻ ശ്രമിച്ചു. അതിനെയാണ് നമ്മൾ എന്തായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്? രഥയാത്രയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ അത് ഈ ഭാവാർത്ഥത്തിൽ നിന്ന് അത് വ്യക്തമാവുന്നുണ്ട്, അല്ലെ? ഒരു ഭഗവാനോടുള്ള ആദരവ് നിറഞ്ഞൊരു ബന്ധം, ബഹുമാനത്തോടെയുള്ളൊരു ബന്ധം, അതിന് ഒരു ബന്ധം അടുക്കുന്ന സമയത്ത് അതൊരു അരോചകത്വം തോന്നും. അത് തന്നെയാണ് അദ്വൈതാചാര്യർക്കും തോന്നിയത്. എന്തിനാ ഭഗവാൻ എന്നോട്, മഹാപ്രഭു ഇത്രയും ഒരു
ഫോർമലായിട്ട് ബഹുമാനം നൽകി ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശരി ഇതിന് നേരെ വിപരീതം എന്നെ മഹാപ്രഭു എന്നെ വഴക്ക് പറയുന്ന രീതിയിൽ ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്വൈതാചാര്യ കുപിതനാവാൻ വേണ്ടി. ഓക്കെ, മുന്നോട്ട് വായിക്കാം. 70 മുതൽ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 70. ശ്രീധരേരലൗഹപാത്രേ കൈലാജലപാന സമസ്ത ഭക്തേരേ ദില ഇഷ്ടവരദാന. വിവർത്തനവും ഭാഗത്വവും ശ്രീലപ്രഭാക്കി ജയ്. ഒരിക്കൽ ശ്രീ ചൈതന്യ മഹാപ്രഭു നാമസങ്കീർത്തനത്തിന് ശേഷം ശ്രീധരന്റെ ഭവനത്തിലേക്ക് പോവുകയും അവന്റെ പൊട്ടിയ ഇരുമ്പ് കുടത്തിൽ നിന്ന് ജലപാനം ചെയ്യുകയും ചെയ്തു. അനന്തരം അവിടുന്ന് എല്ലാ ഭക്തന്മാർക്കും അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ നൽകി. ഭാവാർത്ഥം: മജിസ്ട്രേറ്റ് ആയിരുന്ന ചാന്ദ് കാസിയോട് പ്രതിഷേധിക്കുന്നതിന് നടത്തിയ കൂട്ടായ നഗരസങ്കീർത്തനത്തിന് ശേഷം കാസി ഒരു ഭക്തനായി മാറി. അനന്തരം ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ സങ്കീർത്തന സംഘത്തോടൊപ്പം ശ്രീധരന്റെ ഭവനത്തിലേക്ക് പോയി. ചാന്ദ് കാസി അവിടെ നിന്നെ അനുഗമിച്ചു. എല്ലാ ഭക്തന്മാരും അവിടെ കുറെ സമയം വിശ്രമിക്കുകയും ശ്രീധരന്റെ കേടായ ഇരുമ്പ് കുടത്തിൽ നിന്ന് ജലപാനം ചെയ്യുകയും ചെയ്തു. കുടം ഒരു ഭക്തന്റേതായതുകൊണ്ടാണ് ഭഗവാൻ അതിലെ ജലം സ്വീകരിച്ചത്. ചാന്ദ് കാസി പിന്നീട് സ്വഗൃഹത്തിലേക്ക് മടങ്ങി പോയി. അവർ വിശ്രമിച്ച സ്ഥലം ഇപ്പോഴും മായാപൂരിന് വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടം കീർത്തന സംഘത്തിന്റെ വിശ്രമസ്ഥലം എന്ന് അറിയപ്പെടുന്നു. ശ്ലോകം 71. ഹരിദാസ ഠാക്കൂരെ. ഹരേ കൃഷ്ണ. ഒരു ചെറിയൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. പറയൂ. ഹരേ. വാഴപ്പഴം, വാഴയുടെ പല ഉൽപ്പന്നങ്ങള് കച്ചവടം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പരിശുദ്ധ ഭക്തൻ കോലവച്ച ശ്രീധർ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ 12 സഖാക്കളിൽ 12 ഗോപബാലന്മാരാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും അടുത്ത ഗോപന്മാരിൽ വെച്ച് ഏറ്റവും അടുത്ത സുഹൃത്തുക്കള്. അതിലൊരാളാണ് കോലവച്ച ശ്രീധരായിട്ട് വന്നിരിക്കുന്നത്. അപ്പോ ശ്രീധരന്റെ വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു, ഓലമേഞ്ഞ കൂരയായിരുന്നു, അതിൽ തന്നെ ഓട്ട ഉണ്ടായിരുന്നു. അപ്പൊ മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം അകത്തേക്ക് വരും. അത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബം. അപ്പൊ അദ്ദേഹത്തിന് ജലപാനം ചെയ്യാൻ വേണ്ടി ഒരു കേടായ ഇരുമ്പ് കുടം ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. മഹാപ്രഭു എന്ത് ചെയ്തു? ചാന്ദ് കാസിയുടെ ഈ ലീലയ്ക്ക് ശേഷം നേരെ ഭക്തന്മാരെയും കൂട്ടി അവിടെ രാജാപൂർ ജഗന്നാഥ് ക്ഷേത്രം പോയിട്ടുണ്ടോ ആരെങ്കിലും? ജഗന്നാഥ് ബലദേവ് സുഭദ്ര. ആ രാജാപൂർ ജഗന്നാഥ് ക്ഷേത്രത്തിന്റെ എൻട്രൻസിലേക്ക് നമ്മൾ അകത്തേക്ക് കയറി ക്ഷേത്രത്തിൽ തൊഴുത ശേഷം നമ്മൾ കയറുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തെ മതിൽ, നമ്മളിപ്പോ ഒരു ദിശയിൽ നിന്നാണ് കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ഷേത്രം കഴിഞ്ഞിട്ട് അതിന്റെ മറ്റേ ദിശയില് അപ്പുറത്ത് ഉള്ള ദൂരെയുള്ള മതിലുണ്ടല്ലോ, ചുവര്, ആ ചുവരില് ഒരു ഗേറ്റ് ഉണ്ട്. അത് കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് കോലവച്ച ശ്രീധർ അങ്കൺ ഒരു സ്ഥലമുണ്ട്. അവിടെ സ്ഥലമാണ്. അവിടെയാണ് കോലവച്ച ശ്രീധർ ജീവിച്ചിരുന്നത്. ഇവിടെ എന്ത് പറയുന്നു? കുടം ഒരു ഭക്തന്റേതായത് കൊണ്ടാണ് ഭഗവാൻ അതിലെ ജലം സ്വീകരിച്ചത്. സാധാരണ നമ്മള് ഭഗവാന്റെ സാധനങ്ങള്, നമ്മൾ പൂജാ സാമഗ്രികളാണെങ്കിലും കീർത്തനത്തിനുള്ള പൂജാ സാമഗ്രികളാണെങ്കിലും കീർത്തനത്തിന് വേണ്ടുന്ന കരത്താള്, മൃദംഗ, ഹാർമോണിയം, ഭഗവാന്റെ പുസ്തകങ്ങള്, ഭാഗവതം പോലുള്ള ഇതൊന്നും നമ്മൾ തറയിൽ വെറുതെ വെക്കാറില്ല, അല്ലെ? ശരിയല്ലേ? അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ വെക്കാൻ പാടില്ല. പലപ്പോഴും ചിലപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് ഭഗവത്ഗീതയൊക്കെ ഭാഗവതമൊക്കെ ചുമ്മാ പായില് തറയിൽ വെക്കും, അല്ലെങ്കിൽ ചിലപ്പോ വ്യാസാസനത്തിൽ ഇരിക്കുന്ന സ്ഥലത്ത് ബുക്ക് വെക്കും. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. ശരിയല്ലേ? നമ്മൾ ഇരിക്കുന്നു വ്യാസാസനത്തിൽ, ഭക്തന്മാര് വന്ന് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന കുഷ്ഠ മുകളില് നമ്മൾ ഭാഗവതത്തിന് വെക്കുക, അല്ലെങ്കിൽ കരതാളം വെക്കുക, ഇതൊന്നും ജപമാല, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കാര്യം ഭഗവാന്റെ വസ്തുക്കൾ എന്നുള്ളത് കൊണ്ട് തദീയ എന്ന് പറയും. ഇപ്പൊ ഭഗവാന്റെ
ഭഗവാനോട് എന്താ പറയാ, ഭഗവാനോട് ബന്ധപ്പെട്ടിരിക്കുന്ന സാധനങ്ങളെയൊന്നും അങ്ങനെ നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യരുത്, അവമതിക്കരുത്. കാര്യം ഭഗവാന്റെ സാധനങ്ങളാണ്. അതുകൊണ്ട് ഭഗവാന് കൊടുക്കുന്ന അതേ ബഹുമാനം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും കൊടുക്കണം. ഇവിടെ നേരെ തിരിച്ചു കാണുന്നു. അതായത് ഒരു ഭക്തനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു ഇരുമ്പ് കുടത്തിന് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു എത്ര ബഹുമാനം കൊടുക്കുന്നു എന്നും കാണാം. അപ്പോ രണ്ട് സൈഡും ഉണ്ട്. ഭക്തൻ ഭഗവാനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് പോലെ ഭഗവാൻ ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാവുന്നു. അടുത്ത ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 71. ഹരിദാസ ഠാക്കുരേ കരീല പ്രസാദം ആചാര്യ സ്ഥാനേ മാതാര ഖണ്ഡായില അപരാധ. വിവർത്തനം. ഈ സംഭവത്തിന് ശേഷം ഭഗവാൻ ഹരിദാസ ഠാക്കൂറിനെ അനുഗ്രഹിക്കുകയും അദ്വൈത ആചാര്യന്റെ ഭവനത്തിൽ വെച്ച് തന്റെ മാതാവിന്റെ അപരാധം തുടച്ചു നീക്കുകയും ചെയ്തു. ഭാവാർത്ഥം. മഹാപ്രകാശ ദിവസം മഹാപ്രഭു ഹരിദാസ ഠാക്കൂറിനെ ആലിംഗനം ചെയ്യുകയും താൻ പ്രഹ്ലാദ മഹാരാജാവിന്റെ ഒരു അവതാരമാണെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. വിശ്വരൂപം സന്യാസം സ്വീകരിച്ചപ്പോൾ അങ്ങനെ ചെയ്യാൻ അദ്വൈത ആചാര്യനാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് ശജി മാതാവ് കരുതി. അതിന്റെ പേരിൽ അവർ അദ്വൈത ആചാര്യനെ കുറ്റപ്പെടുത്തി. അത് വൈഷ്ണവാപരാധമായിരുന്നു. പിന്നീട് മഹാപ്രഭു അദ്വൈത ആചാര്യന്റെ പാദങ്ങളിലെ ധൂളി സ്വീകരിക്കുവാൻ തന്റെ മാതാവിനെ പ്രേരിപ്പിക്കുകയും അപ്രകാരം അവരുടെ വൈഷ്ണവ അപരാധം ഇല്ലാതാക്കുകയും ചെയ്തു. ശ്ലോകം 72. ഭക്തഗണേ പ്രഭു നാമ മഹിമ കഹില ശുനിയ പടുയതഹാൻ അർത്ഥവാദ കൈലാം. വിവർത്തനം. ഒരിക്കൽ മഹാപ്രഭു ഭക്തന്മാർക്ക് ദിവ്യനാമ മഹിമകൾ വിശദീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ചില വിദ്യാർത്ഥികൾ അവരുടെ സ്വന്തം വ്യാഖ്യാനങ്ങൾ രൂപപ്പെടുത്തി. ശ്ലോകം 73. നാമേ സ്തുതിവാദശോനി പ്രഭുരഹൈല ദുഃഖം സബാരെ നിഷേധില ഇഹാരാനാദേഖിഹാമുഖം. വിവർത്തനം. ഒരു വിദ്യാർത്ഥി ദിവ്യനാമത്തിന്റെ മഹിമകൾ അതിശയോക്തി നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണെന്ന് വ്യാഖ്യാനിച്ചപ്പോൾ അങ്ങേയറ്റം അസന്തുഷ്ടനായി തീർന്ന ശ്രീ ചൈതന്യ മഹാപ്രഭു മേലിൽ ആ വിദ്യാർത്ഥിയുടെ മുഖം ആരും കണ്ടുപോകരുതെന്ന് എല്ലാവർക്കും താക്കീത് നൽകി. ഭാവാർത്ഥം. ഒരിക്കൽ മഹാപ്രഭു ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ അതീന്ദ്രിയ ശക്തിയുടെ മഹാത്മ്യങ്ങൾ വിശദീകരിച്ചപ്പോൾ നിർഭാഗ്യവാനായ ഒരു വിദ്യാർത്ഥി ദിവ്യനാമത്തിന്റെ മഹാത്മ്യം അത് സ്വീകരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനുള്ള ശസ്ത്രങ്ങളിലെ അതിശയോക്തികളാണെന്ന് പറഞ്ഞു. വിദ്യാർത്ഥി ഇപ്രകാരം ദിവ്യനാമത്തിന്റെ മഹിമകളെ അർത്ഥനിരൂപണം ചെയ്തു. അർത്ഥവാദം എന്ന് വിളിക്കപ്പെടുന്ന ഇത് ദിവ്യനാമത്തോട് ചെയ്യുന്ന 10 അപരാധങ്ങളിൽ ഒന്നാണ്. പലതരത്തിലുള്ള അപരാധങ്ങളുണ്ട്. ഇതിൽ നാമാപരാധം അഥവാ ദിവ്യനാമത്തോട് ചെയ്യുന്ന അപരാധം അത്യന്തം അപകടകരമാണ്. അതുകൊണ്ട് ആ അപരാധിയുടെ മുഖം ആരും കാണരുതെന്ന് ഭഗവാൻ എല്ലാവർക്കും താക്കീത് നൽകി. അത്തരത്തിലുള്ള ഒരു നാമാപരാധം ഒഴിവാക്കണമെന്ന് എല്ലാവരെയും പഠിപ്പിക്കാൻ മഹാപ്രഭു ഉടൻ തന്നെ തന്റെ എല്ലാ വസ്ത്രങ്ങളോടും കൂടി ഗംഗയിൽ സ്നാനം ചെയ്തു. ഭഗവത് നാമം ഭഗവാന് തുല്യമാണ്. വ്യക്തിയായ ഈശ്വരനും അവിടുത്തെ വിശുദ്ധ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇതാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ നിരപേക്ഷ നില. അതിനാൽ ഭഗവാനും അവിടുത്തെ നാമത്തിനും തമ്മിൽ ഭേദം കൽപ്പിക്കുന്ന ഒരുവൻ പാഷണ്ഡി അഥവാ അവിശ്വാസിയായ അസുരൻ എന്ന് വിളിക്കപ്പെടുന്നു. ദിവ്യനാമത്തിന്റെ മഹത്വീകരണം ഭഗവാനെ മഹത്വീകരിക്കുന്നതിന് തുല്യമാണ്. ഒരുവൻ ഒരിക്കലും ഭഗവാനെയും അവിടുത്തെ ദിവ്യനാമത്തെയും തമ്മിൽ വിവേചിക്കാനോ ദിവ്യനാമത്തിന്റെ മഹിമകൾ കേവലം അതിശയോക്തികളാണെന്ന് വ്യാഖ്യാനിക്കാനോ ശ്രമിക്കരുത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് എത്രാമത്തെ അപരാധമാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 10 അപരാധങ്ങളിൽ വെച്ച് കറക്റ്റ്. ശരി ഉത്തരം. 5ാമത്തെ അപരാധമാണ്. എന്താണ് പറയുക? വേദസാഹിത്യങ്ങളിലെ അത് പറഞ്ഞോളൂ. ഇത് 4ാമത്തെയാണ്. 4 പറഞ്ഞിട്ട് 5 ഓർമ്മ വരുന്നില്ല. പരിണാമം ജപിക്കുന്ന കേരളത്തില് തെറ്റുകൾ ചെയ്യാൻ
considering the glories of chanting Hare Krishna to be imagination. ടു ബി ഇമാജിനേഷൻ. ഇതൊരു കൽപ്പനയാണ്. തഥാർത്ഥവാദോ ഹരിനാംനി കൽപ്പനം. അർത്ഥവാദം എന്ന് വിളിക്കപ്പെടുന്ന ഇതൊരു അപരാധം. അതായത് വെറുതെ പറയാണ് ഹരിനാമം ജപിച്ചു കഴിഞ്ഞാല് എത്രയോ കോടിക്കണക്കിന് പൂർവ്വജന്മങ്ങളുടെ പാപങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടും. ഹരിനാമം ജപിച്ചു കഴിഞ്ഞാല് മാറാത്ത വലിയ വലിയ ഗ്രഹനിലകൾക്കും മാറ്റം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു അടിച്ചു വിടുകയാണ്, ഇതൊക്കെ ഒരു അതിശയോക്തിയാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് എന്താവും? അപരാധോ. കാര്യം എന്തുകൊണ്ടാണ് അപരാധമാവുന്നത്? ഈ ഹരിനാമവും ഹരിയും തമ്മിൽ വ്യത്യാസമില്ല, ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ നീക്കിക്കളയാൻ എത്ര സമയം വേണം ഭഗവാന്? ഇഷ്ടപ്പെടുമ്പോൾ തന്നെ നീങ്ങും. അതെ. അപ്പോ അതുപോലെ തന്നെ ഹരിനാമം അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും പാടില്ല. ഹരിനാമത്തിന്റെ മാഹാത്മ്യങ്ങൾ എല്ലാം ശരിയാണ്. ഭഗവാന്റെ ദിവ്യനാമവും ഭഗവാനും യാതൊരു വ്യത്യാസമില്ല. ഗീതയിലും പറയുന്നുണ്ടല്ലോ പ്രഭു, ജ്ഞാനാം ജപയജ്ഞോസ്മി, ഹരേ കൃഷ്ണ, ജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറയുന്നത്. അതെ. ഓക്കെ, അപ്പൊ അടുത്തത് വായിച്ചോളൂ. അടുത്ത വേറെ ആരെങ്കിലും വായിക്കുന്നോ പ്രഭുജി? ഹരേ കൃഷ്ണ പ്രഭുജി, വായിക്കട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. സഗണേ സചേലെ ഗിയാ കൈല ഗംഗാ സ്നാന ഭക്തിര മഹിമ താഹാൻ കരീല വ്യാഖ്യാന. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. മഹാപ്രഭു വസ്ത്രങ്ങൾ മാറ്റുക പോലും ചെയ്യാതെ സഹചരന്മാരുമൊത്ത് ഗംഗയിൽ സ്നാനം ചെയ്തു. അവിടുന്ന് ഭഗവത് ഭക്തിയുടെ മഹിമകൾ വിശദീകരിച്ചു. ശ്ലോകം 75. ജ്ഞാനകർമ്മയോഗധർമ്മേന ഹി കൃഷ്ണവശ ഹേതു ഏക പ്രേമ ഭക്തി രസ. വിവർത്തനം. ജ്ഞാനം, കർമ്മം, അഷ്ടാംഗയോഗം എന്നീ പാതകൾ പിന്തുടരുന്നതിലൂടെ ഒരുവന് കൃഷ്ണ ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല. ശുദ്ധമായ പ്രേമഭക്തി ഒന്നു മാത്രമാണ് ഭഗവാന്റെ സംതൃപ്തിക്കുള്ള നിദാനം. ശ്ലോകം 76. ന സാധയതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സാധ്വായ തപസ്ത്യാഗോ യഥാ ഭക്തിർ. ന സാധയതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സാധ്യായ തപസ്ത്യാഗോ യഥാ ഭക്തിർ മമോർജിത. വിവർത്തനാനുഭാവാർത്ഥം ബൈ പ്രഭ. ജയ് ശ്രീല പ്രഭ. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അല്ലയോ ഉദ്ധവ, അഷ്ടാംഗയോഗത്തിലൂടെയോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള നിഗൂഢ യോഗം, സാഖ്യയോഗത്തിലൂടെയോ വേദ പഠനങ്ങളിലൂടെയോ കഠിന വ്രതങ്ങളിലൂടെയോ ദാനത്തിലൂടെയോ സന്യാസ സ്വീകരണത്തിലൂടെയോ ഒരുവന് ഭക്തിയോഗത്തിൽ എന്നതുപോലെ എന്നെ സംതൃപ്തനാക്കാൻ കഴിയില്ല. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭ. ജയ് ശ്രീല പ്രഭ. കൃഷ്ണാബോധമില്ലാത്ത കർമ്മികളും ജ്ഞാനികളും യോഗികളും തപസ്വികളും വൈദിക വിദ്യാർത്ഥികളും ലക്ഷ്യമറിയാതെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് വൃഥാ സമയം പാഴാക്കുകയാണ്. അവർക്ക് അന്തിമ ഫലമൊന്നും ലഭിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കുറിച്ച് വ്യക്തമായ അറിവില്ല. അവർക്ക് ഭക്തിയുത സേവനത്തിലൂടെ അവിടുന്ന് സമീപിക്കുന്നതിൽ വിശ്വാസവുമില്ല. അത്തരം സേവനത്തെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിലെ 11, 14, 20 ഈ ശ്ലോകത്തിൽ എന്നതുപോലെ എല്ലായിടത്തും ആവർത്തിച്ച് ഊന്നി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭഗവത്ഗീതയിലും 18:55 പ്രഖ്യാപിക്കുന്നു. ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ. പരമദിവ്യോത്തമ പുരുഷനെ യഥാരൂപത്തിൽ മനസ്സിലാക്കാൻ ഭക്തിപരിത സേവനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുവന് പരമപുരുഷനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഭക്തിയുടെ പാത സ്വീകരിക്കുകയും പ്രയോജനരഹിതമായ ജ്ഞാനം, കർമ്മം, യോഗം, കഠിനവ്രതം, തപശ്ചര്യകൾ എന്നിവയ്ക്ക് വേണ്ടി സമയം പാഴാക്കാതിരിക്കുകയും ചെയ്യണം. ഭഗവത്ഗീതയിൽ മറ്റൊരിടത്ത് ഭഗവാൻ 12:5 ഭഗവാൻ സ്ഥിരീകരിക്കുന്നു, ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം. പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ ചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും.
ഭഗവാന്റെ അവ്യക്തിഗത സവിശേഷതയിൽ ആസക്തരായവർക്ക് അതികഠിനമായ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുന്നു. എങ്കിലും അവർക്ക് പരമസത്യത്തെ അറിയുവാൻ സാധിക്കുകയില്ല. ശ്രീമദ് ഭാഗവതത്തിൽ 1:2-11 വിശദമാക്കിയിട്ടുള്ളതുപോലെ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ, ബ്രഹ്മത്തിന്റെയും പരമാത്മാവിന്റെയും മൂലസ്രോതസ്സായ പരമപുരുഷനെ മനസ്സിലാക്കാത്ത പക്ഷം നിരപേക്ഷ സത്യത്തെക്കുറിച്ചുള്ള അറിവിൽ ഒരുവൻ എപ്പോഴും അന്ധകാരത്തിലാണ്. ശ്ലോകം 77. മുരാരികെ കഹേ തുമി കൃഷ്ണ വശ കൈല ശുനിയ മുരാരി ശ്ലോക കഹീതേ ലാഗിയ. വിവർത്തനം ബൈ ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. മഹാപ്രഭു അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുരാരി ഗുപ്തനെ പ്രശംസിച്ചു. നിങ്ങൾ കൃഷ്ണ ഭഗവാനെ സംതൃപ്തനാക്കി. ഇത് കേട്ട മുരാരി ഗുപ്തൻ ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ഒരു ശ്ലോകം ഉദ്ധരിച്ചു. ശ്ലോകം 78. ക്വാഹം ദരിദ്ര പാപിയാം ക്വ കൃഷ്ണാൻ ശ്രീനികേതനഃ ബ്രഹ്മബന്ധുർ ഇതി സ്മാഹം ബാഹുഭ്യാം പരിരംഭിതഃ. വിവർത്തനാനുഭാവാർത്ഥം ബൈ ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. ഞാൻ ആര്? ദരിദ്രനും പാപിയും ബ്രാഹ്മണീയ യോഗ്യതകളില്ലാത്തവനുമായ ഒരു ബ്രാഹ്മണൻ. കൃഷ്ണ ഭഗവാനോ ഐശ്വര്യ ദേവതയുടെ വാസസ്ഥാനം. എങ്കിലും അവിടുന്ന് എന്നെ അവിടുത്തെ ഇരുകരങ്ങളാൽ ആലിംഗനം ചെയ്തു. ഇത് തികച്ചും അതിശയകരമാണ്. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ സുധാമ ബ്രാഹ്മണൻ പറഞ്ഞ ശ്രീമദ് ഭാഗവതത്തിൽ 10:81-16 നിന്നുള്ള ഒരു ശ്ലോകമാണിത്. കൃഷ്ണൻ ആർക്കും സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത വിധം മഹത്വമുള്ളവനാണെങ്കിലും പല വിധത്തിൽ അയോഗ്യനായ ഒരുവനിൽ പോലും സ്വയം സംതൃപ്തനായി തന്റെ മഹത്വം പ്രദർശിപ്പിക്കുമെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ഈ ശ്ലോകവും മുൻ ശ്ലോകവും വ്യക്തമായി സൂചിപ്പിക്കുന്നു. സുധാമ വിപ്രൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനും അഭിജ്ഞനായ പണ്ഡിതനും കൃഷ്ണന്റെ ഒരു സഹപാഠിയുമായിരുന്നു. എന്നിട്ടും അദ്ദേഹം താൻ ഒരു ബ്രാഹ്മണനെന്ന് തീർത്ത് വിളിക്കപ്പെടാൻ അയോഗ്യനാണെന്ന് സ്വയം കരുതുകയും ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ബ്രാഹ്മണീയ യോഗ്യതകളില്ലാത്തവൻ എന്നർത്ഥമുള്ള ബ്രഹ്മബന്ധു എന്ന് സ്വയം വിളിക്കുകയും ചെയ്തു. എന്നാൽ കൃഷ്ണൻ ബ്രാഹ്മണരോടുള്ള തന്റെ വലിയ ആദരവ് മൂലം സുധാമാവിനെ ആലിംഗനം ചെയ്തു. അദ്ദേഹം അംഗീകാരമുള്ള ഒരു ബ്രാഹ്മണൻ അല്ലായിരുന്നിട്ടും ഒരു ബ്രാഹ്മണ ബന്ധു ആയിരുന്നിട്ടും ഭഗവാൻ ഇങ്ങനെ പ്രവർത്തിച്ചു. മുരാരിഗുപ്തനെ ഒരു ബ്രാഹ്മണ ബന്ധു എന്ന് പോലും വിളിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ജനിച്ചത് ഒരു വൈദ്യ കുടുംബത്തിലായിരുന്നു. അതിനാൽ സാമൂഹിക ഘടനയനുസരിച്ച് അദ്ദേഹം ഒരു ശൂദ്രനായി കരുതപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ കൃഷ്ണൻ മുരാരിഗുപ്തയിൽ തന്റെ വിശേഷാൽ കാരുണ്യം ചൊരിഞ്ഞു. എന്തെന്നാൽ അദ്ദേഹം ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനാൽ പ്രസ്താവിക്കപ്പെട്ടതുപോലെ ഈ വിഷയത്തിലുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി ടാഗോറിന്റെ വിശദമായ സംവാദത്തിൽ ഭൗതികമായ ഒരു യോഗ്യതയ്ക്കും ഭഗവാൻ കൃഷ്ണനെ സംതൃപ്തനാക്കാൻ കഴിയുകയില്ലെന്നും ഭക്തിയുത സേവനം പരിപോഷിപ്പിക്കുന്നതിലൂടെ മാത്രം എല്ലാം വിജയകരമായി ഭവിക്കുമെന്നും പറയുന്നു. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിലെ അംഗങ്ങൾക്ക് തങ്ങളെ ബ്രഹ്മബന്ധുക്കൾ എന്ന് പോലും വിളിക്കാനാവില്ല. അതുകൊണ്ട് കൃഷ്ണനെ സംതൃപ്തിപ്പെടുത്തുവാനുള്ള നമ്മുടെ ഏക മാർഗം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങൾ പിന്തുടരുകയാണ്. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാരേ ദേഖ താരേ കഹ കൃഷ്ണ ഉപദേശ ആമാര ആജ്ഞായ ഗുരു ഹയ താരാ ഏയി ദേശ. നിങ്ങൾ ഏതൊരുവനെ കണ്ടുമുട്ടിയാലും അവനോട് കൃഷ്ണന്റെ ഉപദേശങ്ങൾ പറയുക. ഈ വിധത്തിൽ എന്റെ ആജ്ഞപ്രകാരം ഒരു ആധ്യാത്മിക ഗുരുവായി തീർന്ന് ഈ ദേശത്തെ ജനങ്ങളെ മോചിപ്പിക്കുക. ചൈതന്യ ചരിതാമൃതം മധ്യലീല 7:128. നാം മഹാപ്രഭുവിന്റെ ആജ്ഞ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളോടും ഭഗവത്ഗീത യഥാരൂപത്തെക്കുറിച്ച് പറയുന്നു. ഇത് ഭഗവാൻ കൃഷ്ണനെ സംതൃപ്തനാക്കുന്നതിന് നമ്മളെ യോഗ്യരാക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ നമുക്കിവിടെ വെച്ച് നിർത്താം. ഇന്ന് 3:30 സോ ഇതൊരു ഫേമസ് ശ്ലോകമാണ്. ക്വാഹം ദരിദ്ര പാപിയാൻ ക്വ കൃഷ്ണ ശ്രീനികേതനഃ ബ്രഹ്മബന്ധുരിതി സ്മാഹം ബാഹുഭ്യാം പരിരംഭിതഃ. അതായത് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ മുരാരിഗുപ്തനെ പുകഴ്ത്തുകയാണ്. അപ്പൊ ആ സമയത്ത് മുരാരിഗുപ്തന്റെ വിനീതമായ മറുപടിയാണ് ഇവിടെ കാണുന്നത്. അതായത് ഈ യോഗ്യതയില്ലാത്ത വ്യക്തികൾക്ക് ഞാൻ അയോഗ്യനാണെന്ന് പറയാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, അല്ലെ?
യോഗ്യതയില്ല, അതുകൊണ്ടുള്ള സത്യം അങ്ങനെ പറയുന്നത് എളുപ്പമായിരിക്കും, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ സാധാരണ ലോകത്തിൽ സംഭവിക്കുന്നത് യോഗ്യതയില്ലാത്ത വ്യക്തികളെ ഞങ്ങൾ യോഗ്യരാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്നതാണ് കാപട്യം, ഇല്ലേ? യോഗ്യതയില്ലാത്ത വ്യക്തികള് ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നതിനെ കാപട്യം എന്ന് പറയും. യോഗ്യത ഇല്ലാത്ത വ്യക്തികള് തങ്ങൾക്ക് യോഗ്യത ഇല്ല എന്നുള്ളത് പറയുന്നതിനെ എന്തായിട്ട് പറയണം? യാഥാർത്ഥ്യം എന്ന് പറയണം, ഇല്ലേ? പക്ഷേ യോഗ്യത ഉള്ളൊരു വ്യക്തി തനിക്ക് യോഗ്യതയില്ല എന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയും അത് പറയുകയും ചെയ്യുന്ന സമയത്ത് അതിനെയാണ് വിനയം, ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? കാപട്യം, യാഥാർത്ഥ്യം, വിനയം. സോ ഇവിടെ സുദാമ വിപ്രൻ എന്ത് ഭാവമാണ് കാണിക്കുന്നത്? വിനയം. കറക്റ്റ്. കാപട്യവും യാഥാർത്ഥ്യവും അല്ല. സുദാമ വിപ്രൻ ഭഗവാന്റെ കൂട്ടുകാരനായിരുന്നു, അത്രയും യോഗ്യനായ ബ്രാഹ്മണനാണ്. പക്ഷെ എന്നാലും തന്നെ ബ്രഹ്മബന്ധു എന്നുള്ള രീതിയിൽ അദ്ദേഹം സ്വയം താഴ്ത്തി പറയുന്നു. സോ അങ്ങനെ ആ വിനയം കാണുന്ന സമയത്ത് ഭഗവാൻ വളരെ സംതൃപ്തനാവുന്നു. ഭക്തന്മാരിൽ വിനയം കാണുമ്പോൾ ഭഗവാൻ സംതൃപ്തനാവുന്നു. ഭക്തന്മാരിൽ അഹങ്കാരം കാണുന്ന സമയത്ത് ഭഗവാൻ സംതൃപ്തനാകുന്നില്ല. അതിനെ നശിപ്പിക്കാൻ വേണ്ടി, ആ ഭക്തനെ ആ ഒരു അഹങ്കാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഭഗവാൻ ചെയ്യുകയും ചെയ്യും. റൈറ്റ്. സോ പ്രഭുപാദ് വളരെ വിനയത്തോടെ പറയുന്നു, അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിലെ അംഗങ്ങൾക്ക് തങ്ങളെ ബ്രഹ്മബന്ധുക്കൾ എന്ന് പോലും വിളിക്കാനാവില്ല. റൈറ്റ്. ഒരു ബ്രാഹ്മണനുമായിട്ട് ബന്ധമുള്ളവർ പോലും ആയിരിക്കില്ല പലപ്പോഴും, പ്രത്യേകിച്ച് പാശ്ചാത്യ ദേശങ്ങളിലൊക്കെ ഉള്ള വ്യക്തികൾ. അങ്ങനെയുള്ളപ്പോൾ കൃഷ്ണനെ സംതൃപ്തിപ്പെടുത്താനുള്ള ഒരേ മാർഗം ചൈതന്യ മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അനുസരിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് സംതൃപ്തിപ്പെടുത്താനാവും. അതാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണന്റെ ഉപദേശം എന്താണ്? യാരെ ദേഖോ താരെ കഹോ കൃഷ്ണ ഉപദേശ. ആരെ കാണുന്നുവോ അവരോട് കൃഷ്ണന് ഉപദേശങ്ങൾ പറയുക എന്ന് പറയുന്നു. അപ്പൊ അത് ചെയ്യുന്നത് വഴി കൃഷ്ണനെ സംതൃപ്തനാക്കുന്നതിന് നമ്മളെ ഈ കാര്യം യോഗ്യരാക്കും എന്ന് പ്രഭുപാദ് ഭാവാർത്ഥം സമാപിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഭഗവത്ഗീത ലാസ്റ്റ് പറയുന്നുണ്ട്. ഭഗവത്ഗീത ഭാഗവത്തെ കുറിച്ച്. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्रीमद चैतन्य चरितामृता की जय, जय भक्त वृंद की जय. जय. थैंक यू. हरे कृष्णा. हाँ प्रेमानंदी हरि हरि बोल. हरि बोल.